എല്ലാവർക്കും ആൻസോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇഞ്ചി വെള്ളമാണ്. ദിവസവും രാവിലെ എഴുന്നേറ്റാലുടൻ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാൻ 3 ചേരുവകളാണ് വേണ്ടത്. ഫ്രഷ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രിങ്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയാണ്. അടുത്തതായിട്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ പകുതി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ 2 ഗ്ലാസ് ഇഞ്ചി വെള്ളത്തിനായിട്ട്. പിന്നെ തേൻ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ തേൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിലേക്ക്. ഈ ഡ്രിങ്കിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എന്തായാലും കാണാം. ഇനി ഈ സ്പെഷ്യൽ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ക്രഷറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഈ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ഇഞ്ചി വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും ഒരു ലിമിറ്റ് വെക്കുക. വെറും 1 ഗ്ലാസ് മാത്രം ഒരു ദിവസം കഴിക്കുക, അതിൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റാലുടൻ വെറും വയറ്റിൽ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു സോസ് പാൻ വെക്കുക. ഏതെങ്കിലും ഒരു പാത്രം വെച്ചാൽ മതി. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2 പേർക്കുള്ള ഇഞ്ചി വെള്ളമാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ഇഞ്ചി വെള്ളം വയറ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. 3 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഇഞ്ചിയുടെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലും. ഇനി നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ചേർക്കേണ്ടത് ചെറുനാരങ്ങയാണ്. ഞാൻ ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുക്കുന്നത്. അതൊന്ന് മുറിച്ചെടുക്കാം. ശരീരത്തിലുണ്ടാവുന്ന അനാവശ്യ എണ്ണകൾ നിയന്ത്രിക്കാൻ ചെറുനാരങ്ങ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ പിമ്പിൾസ് ഒക്കെ കുറയാൻ ഇത് ഒരുപാട് സഹായിക്കും. ഇതുപോലെ പകുതി മുറിച്ചെടുത്ത ചെറുനാരങ്ങ ഒരു പകുതി ഭാഗം 2 ഗ്ലാസ്സിലേക്കും പകുതിയായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെള്ളം കുടിക്കുന്നത് കൊണ്ട് ശരീരഭാരം കൂടാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇഞ്ചി വെള്ളത്തിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഹാർട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അടുത്തതായിട്ട് ചേർക്കേണ്ടത് തേനാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1 ഗ്ലാസ്സിൽ 1 ടീസ്പൂൺ എന്ന രീതിയിൽ മാത്രം ചേർത്താൽ മതി. ഒരിക്കലും അളവ് കൂടാൻ പാടില്ല. ഇഞ്ചി വെള്ളം ഉണ്ടാക്കുമ്പോൾ തേന് കൂടി ചേർക്കുന്നതോടെ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ കൂടാൻ സഹായിക്കും. അതുപോലെ തന്നെ നേരത്തെ നാരങ്ങയുടെ പറഞ്ഞ പോലെ തന്നെ പിമ്പിൾസ് ഒക്കെ കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി വെച്ച ഇഞ്ചി വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. 2ലും പകുതിയായിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് തണുക്കാൻ വെക്കുമ്പോൾ ഒരുപാടായിട്ട് തണുക്കാൻ വെക്കരുത്. കുടിക്കാൻ പറ്റുന്ന ചൂടാവുന്നത് വരെ മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം കുടിക്കാൻ പറ്റുന്ന ചൂടാണ്. ഈ ചൂടോടെ തന്നെ കുടിക്കണം. നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമുക്കിത് രാവിലെ എഴുന്നേറ്റാലുടൻ ഉണ്ടാക്കി കുടിക്കാം. ആദ്യം തന്നെ കിച്ചണിൽ കയറി ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഉണ്ടാക്കുക, ഇത് കുടിക്കുക. അതിനുശേഷം മാത്രം ബാക്കി എല്ലാ പരിപാടിയും ചെയ്യാം. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കാം. നിങ്ങളൊരു ഡൗട്ടായിരിക്കും, ഈ ഇഞ്ചി എന്ത് ചെയ്യും, കളയണോ എന്ന്? ഇതൊരിക്കലും കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന കറിയിലൊക്കെ ഇത് ഉപയോഗിക്കാം. അതുകൊണ്ട് ഇതൊരിക്കലും വേസ്റ്റ് ആവുന്നുള്ള പേടി ആർക്കും വേണ്ട. ഇതൊക്കെയാണ് ഇഞ്ചി വെള്ളത്തിൻ്റെ ഗുണങ്ങൾ. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഒരു ദിവസം കൊണ്ട് നേടാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും കുടിച്ചേക്കരുത്. അധികമായാൽ അമൃതവും വിഷാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ദിവസം വെറും 1 ഗ്ലാസ് മാത്രം കഴിക്കാം. ഈ ഒരു ഇഞ്ചി വെള്ളം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.